സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചതുർത്ഥ സ്കന്ധം ആരംഭിക്കണം. വിസർഗം എന്ന ലക്ഷണത്തോടുകൂടെ ചതുർത്ഥ സ്കന്ധം ആരംഭിക്കും. ഈ ചതുർത്ഥ സ്കന്ധത്തിലെ 4 പ്രകരണങ്ങളാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രതിപാദിക്കുന്നതായ 4 പ്രകരണങ്ങൾ: ദക്ഷയാഗം, ധ്രുവചരിതം, ഋതുചരിതം, പുരഞ്ജനോപാഖ്യാനം. ഇവിടെ സ്വയംഭൂമനുവിന്റെ മധ്യമപുത്രിയായ ദേവഹൂതിയുടെ കഥ നമ്മളിപ്പോൾ കേട്ടു. ഇനി മൂത്തപുത്രിയായ ആഹൂതിയെ രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രസൂതിയെ ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ദക്ഷൻ അതിൽ 16 പെൺകുട്ടികളുണ്ടായി. അതിൽ 13 പെൺകുട്ടികളെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെയുള്ള 3 പെൺകുട്ടികൾ അവരെ അഗ്നിക്കും പിതൃക്കൾക്കും ശിവനുമാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അതിൽ മഹാദേവൻ വിവാഹം കഴിച്ച സതിയില് കുട്ടികളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ശിവനും ദക്ഷനും തമ്മിലുള്ള വൈരം കാരണം സതീദേവി ദേഹത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു നിർത്തിയപ്പോൾ ശ്രദ്ധയോടുകൂടെ കഥ കേട്ടിരിക്കുന്നതായ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു, അല്ല, ത്രൈലോക്യ ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തിയിലെ ദക്ഷത വൈരുണ്ടാവില്ലേ? എന്താ ഇതിനൊരു കാരണം? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? എന്താ അതിന്റെ കാരണം? അതൊന്ന് പറഞ്ഞു തരണേന്നാണ്. അപ്പൊ മൈത്രേയ മഹർഷി അത് പറഞ്ഞു കൊടുക്കാണ് ദക്ഷയാഗം എന്ന കഥ പറഞ്ഞു. ദേവന്മാരെല്ലാവരും ചേർന്ന് വാജപേയ യാഗം നടത്തിക്കൊണ്ടിരിക്കുക ഒരു സത്രം. ആ സത്രത്തില് ത്രിമൂർത്തികളും മഹർഷിമാരെ ദേവന്മാരെ ഒക്കെ ആ സത്രത്തിൽ സന്നിഹിതരായിരിക്കും. സഭാനാഥനായിട്ട് ബ്രഹ്മാവ് ദക്ഷനെയാണ് നിശ്ചയിച്ചത്. അല്ലേ? എപ്പോഴും ഒരു സത്രമൊക്കെ നടക്കുന്ന അവസരത്തിൽ വൈകിക്കുമെന്നാൽ കേമെന്നാൽ എല്ലാവരുടെയും വിചാരം. ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോഴാണ് സഭാനാഥനായിട്ടുള്ള ദക്ഷൻ കയറി വന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. ഇവിടെ തിരിച്ചുണ്ടായത്, ദക്ഷൻ കയറി വന്നപ്പോൾ കുറെ പേരൊക്കെ എണീറ്റ് നിന്നു. എന്നാൽ ദക്ഷൻ എന്താ നോക്കിയത്? ആരാണ് തൻ വന്നിരുന്നപ്പോൾ തന്നെ മാനിക്കാതെ എഴുന്നേറ്റ് നിൽക്കാതെ എന്നാണ് ദക്ഷൻ നോക്കിയത്. ദോഷൈക ദുഃഖകളുടെ സ്വഭാവ കാഴ്ചയാണ് ഭാഗവതം ഇവിടെ. അപ്പോൾ നോക്കിയപ്പോൾ ബ്രഹ്മാവ് എണീച്ചിട്ടില്ല, മഹാദേവൻ എണീച്ചിട്ടില്ല, വിഷ്ണു എണീച്ചില്ല എന്ന് ദക്ഷൻ അത്ര ശ്രദ്ധിച്ചില്ല തോന്നുന്നു. എന്തായാലും ബ്രഹ്മാവ് എണീറ്റിട്ടില്ല, സാരില്ല, തൻ്റെ പിതാവല്ലേ, ക്ഷമിക്കാന്ന് വിചാരിച്ചു. എന്നാൽ മഹാദേവൻ എണീറ്റിട്ടില്ല. ആരാ മഹാദേവൻ? തൻ്റെ മകളുടെ ഭർത്താവാണേ. അപ്പോ സതിയുടെ ഭർത്താവ് എൻ്റെ മരുമകനാണ്. അപ്പോ ദക്ഷന് കോപം വന്നു എന്നാണ്. അങ്ങനെ ദക്ഷന്റെ കോപമെല്ലാം ശിവന്റെ നേരെ പ്രയോഗിച്ചു. ദക്ഷന്റെ കണ്ണ് കലങ്ങി, പുലികം ചൊളിഞ്ഞു, മുഷ്ടി ചുരുട്ടി പിടിച്ചു. അങ്ങനെ ദക്ഷൻ അവിടെ ഇരിക്കുന്ന സഭാവാസികളോട് പറയാണ്, നിങ്ങൾക്കറിയോ ഇദ്ദേഹത്തിന്റെ പേര് ശിവൻ എന്നാണത്ര. പക്ഷെ പേരുള്ള ശിവൻ, ഇവൻ അശിവനാണ്. ചുടലയിലാണ് ഇവന്റെ കിടപ്പ്. പിന്നെ ഭൂതപ്രേത പിശാചുക്കളാണ് കൂട്ടുകെട്ട്. അതുകൊണ്ട് തന്നെ ശിവൻ എന്നൊക്കെ ആണെങ്കിലും ഇവൻ ഒരു പിശാചപ്പം. ദേവന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത് അപമാനാണ്. ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ വിചാരിക്കാനുണ്ടാവും, എന്നാ പിന്നെ എന്താ രക്ഷ, എൻ്റെ മകളെ എന്തിനാ കൊടുത്തതെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനായ അമ്മാവ് പറഞ്ഞു മകളെ മഹാദേവന് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളെ ഞാൻ മാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്തു. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് കഷ്ടമായി പോയിട്ട് ഉണ്ട്. ഇങ്ങനെ ദക്ഷൻ ആക്ഷേപിച്ചിട്ടും നോക്കൂ, അവിടെ മഹാദേവൻ പരമശാന്തനായിരിക്കുന്നു. അവിടെ പരമാത്മനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മ
രാമാരാമം, ഈ വിശേഷണങ്ങളൊക്കെ മഹാദേവനുണ്ട്. അപ്പൊ പിന്നെ മഹാദേവനെ എങ്ങനെ ദേശിക്കാല്ലേ? നിർവൈരനാണ്, ആത്മാരാമനാണ്, ചരാചര ഗുരുവാണ്. അങ്ങനെയുള്ള ആ മഹാദേവൻ പരമശാന്തനായിട്ടിരിക്കുകയാണ്. ഇതുകൾ കണ്ടപ്പോ ദക്ഷനെത്തും അന്റെ കോപം ഒന്നുകൂടി ഇരട്ടിക്കരുത്. തമിഴ് നിങ്ങളെ ചീത്ത പറയുമ്പോ ഒന്നും മിണ്ടാതിരുന്ന നമ്മൾക്ക് ദേഷ്യം കൂടിയല്ലേ, അല്ലെങ്കിൽ മിണ്ടാതെ പോയാൽ മതി. പക്ഷെ ദക്ഷൻ ഇവിടെ ശിവൻ ഒന്നും മിണ്ടാതെ ശാന്തനായിട്ടിരിക്കണു. ഇതുകൂടി കണ്ടപ്പോ കൂടുതൽ ദേഷ്യം വന്നു, കൂടുതൽ ക്രുദ്ധനായി. ഇന്നു മുതൽ ദേവന്മാരുടെ കൂട്ടത്തിലെ ഈ ശിവൻ ആവിർഭാഗമില്ലാതെ പോകട്ടെ. ഒരു ശാപം അവിടെ ദക്ഷൻ കൊടുത്തു എന്നാണ്. അങ്ങനെ ദക്ഷൻ ആ സദസ്സിൽ നിന്നും അവിടെ നിന്ന് പോയി. ഈ ദക്ഷന്റെ ഇത്തരത്തിലുള്ള ഈ ധിക്കാരം കണ്ട് സഹിക്കാനാവാതെ നന്ദികേശ്വരൻ അവിടെ ദക്ഷനെയും ആ ബ്രാഹ്മണ സമൂഹത്തെയും ഒക്കെ തിരിച്ചു ശപിക്കുന്നു. ശിവനെ ആക്ഷേപിച്ച അങ്ങയുടെ ശിരസ് നഷ്ടപ്പെട്ട് അങ്ങയ്ക്ക് ആടിന്റെ തലവെച്ച് ജീവിക്കുവാനാകട്ടെ. അതുമല്ല, ശിവനന്ദ ചെയ്യുന്ന ബ്രാഹ്മണരെ ഈശ്വരനെ മറന്ന് കർമ്മണന്മാരായിട്ട് അവരവരുടെ തപശക്തിയെ വിൽക്കുന്നവരായിട്ട് ഭവിക്കട്ടെ. ഇങ്ങനെ നന്ദികേശ്വരൻ അവിടെ ശപിച്ചു. ഇവിടെ നോക്കട്ടെ, ആ ശാപം കേട്ടതാ ഇവിടെ ഭൃഗു തുടങ്ങിയവര് തിരിച്ച് ശൈവന്മാരായ ഇവര് അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ ആ സത്രവേദി ഇപ്പോ ഒരു ശാപം കൊണ്ട് നിറഞ്ഞതാണ്. തിരിച്ചും മറിച്ചും ശാപം കൊണ്ട് കലുഷിതമായിട്ട് തീർന്നു സത്രവേദി. എല്ലാവരും മനസ്സുഖമില്ലാതെ വേണ്ട വിധത്തില് സത്രം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു മനസ്സ് സുഖമില്ലാതെ എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ദക്ഷനാകട്ടെ ശിവനോടുള്ള വൈരം വെച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടാണ്. അങ്ങനെ ഇരിക്കെ ദേവന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിട്ട് ദക്ഷൻ ഒരു സ്ഥാനക്കയറ്റം, പ്രജാപതിയുടെ പ്രജയായിട്ട് ഒരു സ്ഥാനക്കയറ്റം ഇവിടെ ബ്രഹ്മാവ് കൊടുത്തു എന്നാണ്. അതോടുകൂടെ ദക്ഷൻ അഹങ്കാരവും കൂടിക്കൂടി വന്നു. ആ സ്ഥാനലബ്ധിയോടെ കിട്ടിയ ദക്ഷൻ എന്തായാലും ശിവനെ അപമാനിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ബൃഹസ്പതി സവം എന്ന് പേരുള്ളതായ ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ശിവനെ അധിക്ഷേപിക്കേണ്ടത്, നിന്ദിക്കേണ്ടത് എന്നാണെങ്കിൽ രുദ്രഭാഗമില്ലാതെ യാഗം ചെയ്ത് ശിവനെ നിന്ദിക്കുക, അങ്ങനെയാണ് തീരുമാനിച്ചത്. യാഗത്തിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ശിവനെ നിന്ദിക്കുക മാത്രമല്ല, സ്വന്തം മേന്മ കാണിക്കുക. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പല കാര്യങ്ങളും നടത്തുമ്പോൾ നമ്മുടെ മേന്മ കാണിക്കാനായിട്ടാവരുത്. സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ നടത്തുമ്പോൾ അത് നമ്മുടെ മേന്മ കാണിക്കാനായിട്ടാണ് അത് നടത്തുന്നത് എങ്കിൽ അത് ഇതാ ഇവിടെ നമുക്കിപ്പോ കാണാം. അതൊക്കെ നമ്മുടെ തന്നെ അധപതനത്തിലേക്കാണ് എത്തിച്ചേരുക എന്നാണ്. ഇവിടെ ദക്ഷൻ ബൃഹസ്പതി സമം എന്ന യാഗം ചെയ്യാൻ തീരുമാനിച്ചത് മഹാദേവനെ നിന്ദിക്കാനും തന്റെ മേന്മയെ കാണിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ യാഗത്തിന് സതിയെയും മഹാദേവനെയും ഒഴിച്ച എല്ലാവരെയും ഇവിടെ ദക്ഷൻ ക്ഷണിച്ചു. ദക്ഷയാഗത്തിലെ ചടങ്ങനുസരിച്ച് എല്ലാവരും അവിടേക്ക് എത്തിച്ചേരാണ്. ആ സമയത്താണ് കൈലാസത്തിലിരിക്കുന്നതായ സതീദേവി, കൈലാസം വളരെ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിന് മുകളിലൂടെ വിമാനത്തിലെ യാത്ര ചെയ്യുന്നവരുടെ സംസാരം സതീദേവി കേട്ടു എന്നാണ്. തന്റെ അച്ഛൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സതീദേവി ആ യജ്ഞോത്സവത്തിൽ പങ്കുചേരാനായിട്ട് മോഹൻണ്ടായി. അതുമല്ല, തന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും ഒക്കെ കാണാനുള്ള ആഗ്രഹം. വിവാഹം കഴിഞ്ഞ് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. സ്വന്തം വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ എല്ലാവർക്കും അത് വളരെ സന്തോഷമാണ്. ഇവിടെ സതീദേവി മഹാദേവനോട് പറഞ്ഞു, ഇതാ എന്റെ അച്ഛനവിടെ അങ്ങയുടെ സുശ്രൻ എന്നാ പറഞ്ഞത്. ഒരു യാഗം നടത്തുന്നുണ്ട്, അവിടേക്ക് നമുക്ക് പോകണ്ടേ? അതല്ല, ഇപ്പൊ നമ്മളെ ക്ഷണിച്ചിട്ടില്ല എങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകാൻ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ചോദ്യവും ഉത്തരവും ഒക്കെ സതീദേവി തന്നെ പറയാണ്. ക്ഷണിച്ചിട്ടില്ല, എന്നപ്പോ എങ്ങനെ പോകാം? അപ്പൊ മഹാദേവനോട് പറയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ?
മഹാദേവൻ പറഞ്ഞു, ദേവി പറഞ്ഞതൊക്കെ ശരിയാണ്, സ്വന്തം വീട്ടിലേക്ക് പോകാൻ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഈ സദാഹാദി സദ്ഗുണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് പോകാൻ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നിന്റെ അച്ഛനായ ദക്ഷൻ നിന്നെ ഒരു ശത്രുഭാവത്തിലാണ് കാണുന്നത്. എന്തുകൊണ്ട്? എന്റെ പത്നിയാണ് എന്നതുകൊണ്ട് തന്നെ ശത്രുഭാവത്തിലാണ് കാണുന്നത്. പക്ഷെ സതീദേവിക്ക് ഒന്നും അറിയില്ല. ആ സത്രം നടക്കുന്ന ആ സമയത്തുണ്ടായ സംഭവങ്ങളൊന്നും മഹാദേവൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സതീദേവിയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. സതി അതുകൊണ്ട് ഇപ്പോൾ സതി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സന്ധിക്ക് ആ ദക്ഷന്റെ നിന്ദ സഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് സതി പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ മഹാദേവൻ ഒന്ന് സൂചിപ്പിച്ചു. എന്നാൽ സതീദേവിക്ക് തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും കാണാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ സതീദേവി പുറത്തേക്ക് പോകും, തിരിച്ചു വരും, വീണ്ടും പുറത്തേക്ക് പോകും, തിരിച്ചു വരും. ഇങ്ങനെ കണ്ടപ്പോൾ മഹാദേവൻ വിചാരിച്ചു, യാഗത്തിന് പോയാലും പോയില്ലെങ്കിലും തൻ്റെ പ്രിയതമ തനിക്ക് നഷ്ടപ്പെടാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ആ ശങ്കരമൂർത്തിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താ ചെയ്തോട്ടെ, ഒന്നും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ സതിക്ക് മഹാദേവൻ ഒന്നും ഇണ്ടാതെ ഇരിക്കുമ്പോ കോപം വന്നു. അങ്ങ് കോപം കൊണ്ട് ശിവനെ ദഹിപ്പിക്കുമാറ് ഒരു നോട്ടം നോക്കി ആ ശാഖശാലയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. മഹാദേവന്റെ ഹിതമറിഞ്ഞതായ ഭൂതങ്ങള് നന്ദികേശ്വരൻ തുടങ്ങിയവരൊക്കെ ആ ദേവിയെ വാഹനത്തിൽ കയറ്റി വാദ്യഘോഷങ്ങളോടുകൂടെ ആ ശാലയിലേക്ക്, ദക്ഷന്റെ യാഗശാലയിലേക്ക് എഴുന്നള്ളിച്ചു. ആ യാഗശാലയിൽ ചെന്നു കയറിയ സതിയെ അമ്മയും സഹോദരിമാരും വേണ്ട വിധത്തില് സൽക്കരിച്ചു, മാനിച്ചു. യാഗശാലയിൽ ചെന്ന സതിയെ ദക്ഷന്റെ അനുയായികളെ കണ്ടതായിട്ട് ഭാവിച്ചില്ല എന്ന് പറയാം. അങ്ങനെ സതീദേവി നേരെ ആ യാഗശാലയിലേക്ക് ചെന്നു കയറി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ യാഗത്തിലെ രുദ്രന് ഭാഗം വെച്ചിട്ടില്ല. മഹാദേവനെ യാഗം വെച്ചിട്ടില്ല എന്ന് കണ്ട് മനസ്സിലാക്കിയതായ ആ സതീദേവി, ആ ദേവി എന്ത് ചെയ്തു? ആ വേദിയിലേക്ക് അങ്ങോട്ട് കയറി നിന്നു. എന്നിട്ട് ലോകം മുഴുവൻ കേൾക്കുവാൻ ഉച്ചത്തില് അവിടെ ഒരു പ്രസംഗം നടത്തിയതാണ്. എന്താ ദേവി പറഞ്ഞത്? അല്ലയോ പിതാവേ എന്ന് സംബോധന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ പ്രിയാഭയങ്ങളിൽ നിന്നുമെല്ലാം മോചിച്ച് ശത്രുവേദമില്ലാതെ ആരിലും കരുണ ചെയ്യുന്നതായ സാക്ഷാൽ ലോക ഗുരുവിനെയാണ് പിതാവെ അങ്ങിപ്പോ അപമാനിച്ചത്. അതൊരിക്കലും അങ്ങേക്ക് ചേർന്നതല്ല. സത്സംഗം ലഭിക്കാതെ ശരീര സുഖങ്ങളിൽ മാത്രം ഭ്രമിക്കുന്ന അങ്ങയെ പോലെയുള്ളവരിൽ ഈ ശിവനിന്ദ കാണുന്നുവെങ്കിൽ നോക്കൂ, അതൊക്കെ അത്ഭുതമായിട്ടും എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ശിവ എന്ന 2 അക്ഷരം ജപിച്ചു പോയാൽ അയാളൊരു ചണ്ടാളനാണെങ്കിൽ കൂടെ സകല ദോഷങ്ങളും തീർന്ന മോക്ഷത്തിന് അധികാരിയായിട്ട് തീരുന്നു. ആ കാരാകാരനായിട്ടുള്ള ആ പരമശിവനെയാണ് അങ്ങിപ്പോ അപമാനിച്ചത് എന്ന് പിതാവെ അങ്ങ് മറക്കരുത്. അതുകൊണ്ട് ശിവദോഷിയായിട്ടുള്ള അങ്ങിൽ നിന്നും സിദ്ധിച്ചതായിട്ടുള്ള ഈ ദേഹം കൊണ്ട് ഇനി എനിക്ക് ആ മഹാദേവനെ ശുശ്രൂഷിക്കാൻ സാധിക്കില്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ പുഴുക്കുത്തുള്ള കൂവളം അല്ലെങ്കിൽ ബില്ലപത്രം അത് ആരാധനയ്ക്ക് എടുക്കാറില്ല. അതുകൊണ്ട് പിതാവെ, ഞാനിതാ എന്റെ ദേഹത്തെ ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സതീദേവി ആ വേദിയിൽ അവിടെ ചമ്മരം അടിഞ്ഞിരുന്നു. മഞ്ഞപ്പട്ടുകൊണ്ട് തന്റെ ദേഹത്തെ മറച്ചു, ധാരണ കൊണ്ട് യോഗാഗ്നിയെ ജ്വലിപ്പിച്ചു. മഹാദേവന്റെ പാദകമലങ്ങളിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ആ യോഗാഗ്നിയില് സതീദേവി തന്റെ ദേഹത്തെ അവിടെ ദഹിപ്പിക്കുന്നു. ഇത് കണ്ടതായ ശിവഭൂതങ്ങള് ആ യാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ഭൃഗുമഹർഷി തന്റെ ആഭിചാര ഹോമം ചെയ്ത് ആ ഹോമകുണ്ടത്തിൽ നിന്നും അനേകം ദേവന്മാര്
അവിടെ ഉത്ഭവിച്ചുകയും അവരൊക്കെ ഈ ശിവഭൂതങ്ങളെ അവിടെ നിന്ന് മാറ്റി ഓടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ദക്ഷാപമാനത്താൽ സതീദേവി ശരീരത്യാഗം ചെയ്ത വിവരം നാരദ മഹർഷിയിൽ നിന്നും മഹാദേവൻ മനസ്സിലാക്കി. ആ ത്രിപുരാന്തകൻ കൊണ്ട് ക്രോധം കൊണ്ട് വിവശനായിട്ടുള്ള ത്രിപുരാന്തകൻ ജ്വലിച്ചു നിൽക്കാണ്. അങ്ങനെ ആ രുദ്രഭഗവാന്റെ ക്രോധത്തിൽ നിന്നും സാക്ഷാൽ വീരഭദ്രൻ അവിടെ ആവിർഭവിച്ചു എന്നാണ്. അങ്ങനെ ആകാശത്തെ ഭേദിക്കുമോ എന്ന് തോന്നിക്കുമാറുള്ള ആ വീരഭദ്രസ്വാമി ഇരുണ്ട ദേഹം, ജപിച്ച മുടി, ദംശകള്, 1000 കൈകള്, കപാലമാലകളെ ഒക്കെ ധരിച്ചിട്ടുള്ളതായ ആ വീരഭദ്രസ്വാമി, ആ ഭയങ്കര മൂർത്തി ആ ശിവനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ചോദിച്ചു, അയ്യൻ എന്താണ് ചെയ്യേണ്ടത്? മഹാദേവൻ വീരഭദ്രസ്വാമിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ആ ദക്ഷിണയാഗസഹിതം നശിപ്പിച്ചിട്ട് വരൂ. എന്റെ അംശമായിട്ടുള്ള ഇതാ നിനക്ക് എന്റെ പൂർണ്ണബലം ഭവിക്കട്ടെ എന്നിങ്ങനെ വീരഭദ്രസ്വാമിയെ ഇവിടെ മഹാദേവൻ അനുഗ്രഹിച്ചു. അങ്ങനെ വീരഭദ്രസ്വാമി തന്റെ പരിവാരങ്ങളോടുകൂടെ ശിവഭൂതങ്ങളോടുകൂടെ അട്ടഹസിച്ചുകൊണ്ട് ആ യാഗശാലയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അവരെല്ലാവരും കൂടെ ചേർന്ന ആ യജ്ഞഭക്തിമാരെയൊക്കെ വർദ്ധിച്ചു. അവിടെ ആ യജ്ഞശാലയില് മൂത്രപുരീഷങ്ങളൊക്കെ ഒഴിച്ചു. എന്താ പറയുക, ഹൃത്തിക്കുകളെ മറ്റും ഒക്കെ ബന്ധിച്ചു. ഭൃഗുമഹർഷിയുടെ ആ താടിയൊക്കെ പറിച്ചു കളഞ്ഞു. മഹാദേവനെ പല്ല് കാണിച്ച് ചിരിച്ചതായ പൂഷാവിന്റെ പല്ലുകളൊക്കെ അടിച്ചു തെറിപ്പിച്ചു. പിന്നെ കണ്ണുരുട്ടി ക്രോധഭാവത്തിൽ ആ മഹാദേവനെ നോക്കിയതായ ഭഗന്റെ കണ്ണുകളൊക്കെ ചൂടെടുത്തു. അതിനുശേഷം വീരഭദ്രൻ ആ ദക്ഷനെ ബന്ധിച്ച് ദക്ഷന്റെ മൂക്കും വായുമൊക്കെ പൊട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ആ ശിരസ് പറിച്ചെടുത്ത് തിരിച്ചെടുത്ത് ആ ദക്ഷിണ അഗ്നിയിലേക്ക് കോപിച്ചു എന്നാണ്. അതിനുശേഷം ആ യാഗശാലയ്ക്ക് തീ കൊടുത്ത് ആ യാഗശാല മുഴുവനും ചാമ്പലാക്കി. എല്ലാവരും കൈലാസത്തിലേക്ക് മടങ്ങി. ഇവിടെ നോക്കൂ, ഇവിടെ ആഭിജാത്യമുണ്ട്, ബന്ധുവനമുണ്ട്, ധനമുണ്ട്, മാന്യതയുണ്ട്, എല്ലാ ഗുണങ്ങളുമുണ്ട് ദക്ഷന്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് ദക്ഷനെ യാഗം ചെയ്തത്? അല്ലെ, ഇതൊക്കെ ഉള്ള നല്ല ഗുണമുള്ള ദക്ഷന്റെ സങ്കല്പം എന്തായിരുന്നു? യാഗം ചെയ്യുമ്പോൾ മഹാദേവനെ നിന്ദിക്കുക, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഭഗവൻ ഭക്തിയില്ലാതെ എന്തു ചെയ്താലും അതൊക്കെ വ്യർത്ഥമാണ് എന്നിവിടെ നമുക്ക് സ്പഷ്ടമാക്കി തരാണ് ഈ ദക്ഷന്റെ ഈ ഒരു വാചസ്പതി എന്ന യാഗം. ദക്ഷയാഗത്തിന് പങ്കുചേരുക കാരണം ധാരാളം പേർക്ക് അംഗബന്ധങ്ങൾ വന്നു ചേർന്നു. അങ്ങനെ അംഗബന്ധം വന്നതായ ആ ദേവന്മാര്, ഋഷിമാര് എല്ലാവരും കൂടെ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് സങ്കടം പറയണം. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എല്ലാവരും വിധാനാവേ എന്നൊക്കെ എന്നെ വിളിക്കണേ, വിധി എന്നൊക്കെ തനിക്ക് പേരുണ്ട്. പക്ഷേ ആ ശിവന്റെ ആജ്ഞയെ മാറി വിധിക്കാൻ എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ശിവന്റെ അടുത്ത് ചെന്ന് ആ ക്ഷിപ്രപ്രസാദിയെ സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരെ അവിടെ സമാധാനിപ്പിച്ചു. അങ്ങനെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തില് ദേവന്മാരെല്ലാവരും കൂടെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഭസ്മവും രുദ്രാക്ഷമാരും ധരിച്ച് ശിവനാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് ആ കൈലാസ പർവ്വതം അവർ കയറാനായിട്ട് തുടങ്ങി. കൈലാസ പർവ്വതത്തിന്റെ ആ ഭംഗി അവിടെ ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങള്, പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായ ചെടികള്, ആനക്കൂട്ടങ്ങള്, നിർമ്മല ജലം, നിറഞ്ഞു നിൽക്കുന്നതായ താമരപ്പൈകകള്, അതുപോലെ കൽഹാര കുസുമങ്ങള്, മനോഹരമായ വൈശ്രവണന്റെ കൊട്ടാരം എന്നീ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ദേവന്മാരെല്ലാം ആ കൈലാസ പർവ്വതം കയറി പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? ആ കൈലാസ ശിഖരത്തിന്റെ വനവൃക്ഷ ചുവട്ടിൽ ഇരുന്നരുന്നതായ സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെ ബ്രഹ്മാദി ദേവന്മാര് കൺകുളിർക്ക കണ്ടു എന്നാണ്. ഗുരവേ സർവലോകാനാം വിശദേ ഭവരോഗിനാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഭഗവാനെ, എങ്ങനെ ഭഗവാൻ ഇരിക്കുന്നത്? ജടയും ഗംഗയും ചന്ദ്രക്കലയും ധരിച്ച്
വ്യാഘ്ര ചർമ്മമണിഞ്ഞ് ഇടത്തേക്കാൾ വലത്തേ തടയിൽ വെച്ച് തർക്കമുദ്രയാൽ തന്റെ ശിഷ്യന്മാർക്ക് പരമ ഉപദേശത്തെ കൊടുക്കുന്നതായ ലോക ഗുരുവിനെ അവിടെ ദേവന്മാരെല്ലാം കണ്ടു എന്നാണ്. അങ്ങനെ ആ മഹാദേവനെ ഇവിടെ ദേവന്മാരെല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ചു. രക്ഷയാഗത്തിൽ പങ്കുചേർന്ന് അംഗബന്ധം വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, മാത്രമല്ല ദക്ഷനെ ജീവിപ്പിക്കണം എന്ന് ബ്രഹ്മാവ് ഇവിടെ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അവിടെ ബ്രഹ്മാവ് ഒരു പ്രതിജ്ഞ ചെയ്തു. ഇനി മുതൽ യാഗം നടക്കുമ്പോൾ യാഗത്തിന് ശേഷിച്ചതെല്ലാം രുദ്രന് ഭാഗമായിട്ട് കിട്ടും എന്നുള്ളത് അന്ന് മുതൽക്കും കിട്ടാൻ തുടങ്ങും എന്ന ബ്രഹ്മദേവൻ അവിടെ കൽപ്പിക്കുകകൂടെ ചെയ്യുണ്ടായി. അങ്ങനെ ഈ ജഗദംബയുടെ ദേഹത്യാഗത്തിൽ ഒട്ടും തന്നെ പശ്ചാത്താപമില്ലാതെ ആ ദേവന്മാരെ എല്ലാവരെയും ശങ്കരമൂർത്തി അനുഗ്രഹിച്ചു. പക്ഷേ പൂർണ്ണമായും അനുഗ്രഹിച്ചു എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഭൃഗുമഹർഷിക്ക് താടിക്ക് പകരം ആടിന്റെ താടിയാണ് അനുവദിച്ചു കൊടുത്തത് എന്നാണ്. പൂഷാവിന് യജമാനിന്റെ പല്ലുകൊണ്ട് കഴിച്ചോളൂ എന്നാണ്. അത് കിട്ടിയില്ല എങ്കിൽ ഈ അരച്ചിട്ടോ പൊടിച്ചിട്ടോ ഒക്കെ ഭക്ഷണം കഴിച്ചോളൂ എന്നാണ്. പിന്നെയോ മിത്രന്റെ കണ്ണുകൾ കൊണ്ട് ഭഗന് കാണാം എന്ന ഇങ്ങനെ ആണ് ശിവൻ അവരെയൊക്കെ അനുഗ്രഹിച്ചത് എന്നാണ്. ദക്ഷന് ആടിന്റെ തല വെച്ച് ജീവിക്കാനുള്ള അനുഗ്രഹവും അവിടെ മഹാദേവൻ കൊടുത്തു. എത്രയും അനുഗ്രഹ സിദ്ധി ഉണ്ടായാൽ തന്നെ ദേവന്മാര് കൃതാർത്ഥരായിട്ട് വഹിച്ചു. അങ്ങനെ മഹാദേവൻ ദേവന്മാരോട് കൂടെ ആ യജ്ഞശാലയിലേക്ക് തിരിച്ചു വന്നു. ആടിന്റെ തല വെച്ച് ദക്ഷന് അവരെ ജീവിപ്പിച്ചു. പക്ഷേ ആടിന്റെ തല വെക്കുന്ന ആ ഒരു ബദ്ധപ്പാടില് തല പിൻഭാഗത്തേക്ക് തിരിച്ചാണ് വെച്ചത് എന്ന് ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ബോധം വന്നതായ ആ ദക്ഷൻ തനിക്ക് പറ്റിയതായ ആ തെറ്റുകളെല്ലാം പശ്ചാത്താപിച്ച് ആ ശ്രീ മഹാദേവനെ ഭക്തിപൂർവം അവിടെ സ്തുതിക്കുന്നുണ്ട്. പിന്നീട് ഈ യജ്ഞശുദ്ധിക്കായിട്ട് എല്ലാവരും കൂടെ ആ യജ്ഞമൂർത്തിയായിട്ടുള്ള യജ്ഞപതിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ സ്മരിക്കുകയാണ്. ഈ സമയത്ത് ഗരുഡാരൂഢനായിട്ട് മഹാവിഷ്ണു ആ യജ്ഞശാലയിലേക്ക് എഴുന്നള്ളുന്നു. മഹാവിഷ്ണു എഴുന്നള്ളിയതോടുകൂടെ ബ്രഹ്മരുദ്രാദികളായ എല്ലാവരും ഭഗവാനെ പ്രത്യേകം അവിടെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ സ്വപ്നപ്രിയനായിട്ടുള്ളതായ മഹാവിഷ്ണു ഇതാ സന്തുഷ്ടനായിട്ട് പറഞ്ഞു. ദക്ഷനോട് പറയുന്നു, സൃഷ്ടിച്ച് സംഹാരത്തിനായിട്ട് ത്രിമൂർത്തികളുടെ രൂപത്തിൽ ഞാൻ തന്നെയാണ് ഇവിടെ മൂന്നായിട്ട് നിൽക്കുന്നത്. ഈ ലോകത്തില് കാണുന്നതായ എല്ലാം തന്നെ എൻ്റെ തന്നെ സ്വരൂപങ്ങളാണ്. നോക്കൂ, ഈ ഒരു ഏകത്വ ഭാവന വരാതെ ഭേദഭാവന വെച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ മനഃശാന്തി കിട്ടുകയില്ല. അതുകൊണ്ട് അവനവന്റെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അവനവന്റെ ദേഹത്തിലെ അവയവങ്ങളെ എങ്ങനെയാണോ നമ്മൾ ഒന്നായി കാണുന്നത്, അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ ഓരോ അവയവങ്ങളാണ്. ഓരോ അവയവം കൊണ്ട് ഓരോ കാര്യം നിർവഹിക്കുന്നു എന്ന് മാത്രം അല്ലേ. നമ്മുടെ ഒരു കയ്യിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം, ഒരു കയ്യിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് ഇല്ല. എല്ലാ അവയവങ്ങളും നമുക്ക് ഒരുപോലെ പ്രിയമാണ്. ഓരോ അവയവങ്ങളും അതാതിന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇവിടെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാം ഭഗവാൻ തന്നെയാണ്. ഓരോരും അവർക്ക് വേണ്ടതായ പ്രവൃത്തികളെ ഓരോരുത്തരും ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓരോ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവരുടേതായ പ്രവൃത്തികൾ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഈ അഭേദ ഭാവന സിദ്ധിച്ചവൻ പരമശാന്തിയെ പ്രാപിക്കും. ഇപ്രകാരം ആ വിഷ്ണു ഭഗവാൻ അവിടെ അവർക്ക് വേണ്ടതായ ഉപദേശത്തെ കൊടുത്തതിന് ശേഷം ആ അരുഭാഗത്തെ സ്വീകരിച്ച് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ഇവിടെ ലക്ഷപ്രജാപതി രുദ്രഭാഗം കൽപ്പിച്ച് ഹൃദിക്കുകളോടുകൂടെ ഇതാ ആ യാഗത്തെ അവിടെ പൂർത്തിയാക്കി. അവരുടെ കഴിച്ച് ദേവന്മാരെല്ലാം അതാത് ദിക്കിലേക്ക് തിരിച്ചുപോയി. ഈ ദേഹത്യാഗം ചെയ്തതായതായ ആ ദാക്ഷായണി സതീദേവി പിന്നീട് ഹിമവൻ പുത്രിയായിട്ട് ശ്രീ പാർവതി എന്ന പേരിൽ അവതരിച്ച് ഘോര തപസ്സിനാൽ സാക്ഷാൽ പരമശിവനെ പ്രസാദിപ്പിച്ച് ആ
മഹാദേവനെ തന്നെ ഭർത്താവായിട്ട് ഭരിച്ചു. ഈ ഒരു ദക്ഷയാഗം എന്നുള്ള ഈ ഒരു ചരിത്രത്തെ കേട്ടുകഴിഞ്ഞാൽ പാപശാന്തിക്ക് വിശേഷമാണ് എന്നൊരു ഫലശ്രുതിയും പറഞ്ഞുകൊണ്ടാണ് ഈ രക്ഷയാഗത്തെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. രക്ഷയാഗത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് നമ്മുടെ മേന്മ കാണിക്കാനായിട്ട് ആവരുതേന്നാണ്. നമ്മുടെ മേന്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ അത് ദോഷത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇവിടെ രക്ഷയാഗം നമുക്ക് കാണിച്ചു തന്നത്. ഇനി അടുത്തതായ പ്രകടനം ഇപ്പൊ സ്വയംഭൂവിന്റെയും ശതരൂപാദേവിയുടെയും പെൺമക്കളായ ആകൂതി, ദേവഭൂതി, പ്രസൂതി ഇവയുടെ ചരിത്രത്തെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പുത്രന്മാരായ പ്രിയവ്രതനും ഉദ്ധാനപാദനും. അത് പ്രിയവ്രതന്റെ ചരിത്രം നമുക്ക് പഞ്ചമസ്കന്ധത്തിൽ കേൾക്കാം. ഇപ്പോൾ ഉദ്ധാനപാദന്റെ ചരിത്രത്തെയാണ് ഇനി അടുത്ത് നമുക്ക് ശ്രമിക്കേണ്ടത്. ഇവിടെ പറഞ്ഞു, ഉദ്ധാനപാദന് സുനീതി, സുരുചി എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. സുനീതിക്ക് ധ്രുവൻ എന്ന പുത്രനും സുരുചിക്ക് ഉത്തമൻ എന്ന ഒരു പുത്രനും ഉണ്ടായി. എന്നാൽ ഈ ഉദ്ധാനപാദന് നോക്കൂ, സുരുചി എന്ന ഭാര്യയോടായിരുന്നു കൂടുതൽ ഇഷ്ടം എന്നാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സുനീതിയും സുരുചിയും. സുനീതി എന്ന് പറഞ്ഞാൽ നീതിബോധമുള്ളവരാണ്. സുരുചി എന്ന് പറഞ്ഞാൽ രുചിയും താല്പര്യമുള്ളതാണ്. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യർക്ക് നീതിയോടാണോ താല്പര്യം, രുചിയോടാണോ താല്പര്യം? അതന്നെ ഇവിടെ കാണിച്ചത്. ഇവിടെ ഉദ്ധാനപാദർക്ക് സുരുചിയോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോ അതുകൊണ്ട് തന്നെ രാജാവ് സ്വഭാവശുദ്ധിയുള്ള സുനീതിയെയും ധ്രുവനെയും അനാദരിച്ച് വേറെ താമസിപ്പിച്ചു. സുരുചിയോട് കൂടുതൽ ഇഷ്ടമായി സുരുചിയെ തന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുട്ടികൾ നമ്മൾ കളിക്കുന്നതിനിടയില് ഉത്തമൻ അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു എന്നാണ്. അച്ഛന്റെ മടിയിലേക്ക് ഉത്തമൻ കയറിയിരുന്നപ്പോൾ നോക്കൂ, ധ്രുവനും തോന്നി തന്റെ അച്ഛന്റെ മടിയിലേക്ക് ഒന്ന് കയറിയിരിക്കണം എന്ന്. അങ്ങനെ ഓടിച്ചെന്നു ധ്രുവൻ അച്ഛന്റെ മടിയിലിരിക്കാനായിട്ട്. അവിടെ ഓടിയിരിക്കാനായി കയറി ചെന്നതേയുള്ളൂ, അതോടുകൂടെ സുരുചി അവിടെ കടന്നു എന്നാണ്. ഇവിടെ സുരുചി എന്ന അമ്മ പറയുന്നു, സുരുചി ശൃംഗമോ രാജ്ഞ ശേഷ്യാമ അതിഗർഭിതാം ബാലോസി ഭഗൻ ആത്മാനാം അന്യസ്ത്രീ ഗർഭസമൃതം നൂനം വേദഭവാന്യസ്യ ദുർലഭത്തെ മനോരഥ തവ സാരാധ്യ പുരുഷം തസ്സൈവ അനുഗ്രഹേണമേ ഗർഭേത്വം സാധനാത്മാനം യതീച്ഛസി പ്രഭാസനം. എന്താ സുരുചി പറഞ്ഞത്? നോക്കൂ, നീ അന്യസ്ത്രീയുടെ പുത്രനാണ്, അന്യസ്ത്രീ ഗർഭസമൃതം. നീ എന്റെ പുത്രനല്ല, നീ മറ്റൊരുവരുടെ പുത്രനാണ്. അതുകൊണ്ട് ഈ രാജാവിന്റെ മടിയിൽ കയറിയിരിക്കാൻ നിനക്ക് അർഹതയില്ല. ഇനി നിനക്ക് അങ്ങനെ കയറിയിരിക്കണമെന്നുണ്ടെങ്കിൽ തവ സാരാധ്യ പുരുഷം തത്സൈവ അനുഗ്രഹേണമേ ഗർഭത്വം സാധയമാസം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനിൽ നിന്നും അനുഗ്രഹം വാങ്ങി അടുത്ത ജന്മത്തിലെ എന്റെ ഗർഭത്തിലേക്ക് വന്ന് പറക്കുന്നു. നോക്കുക, ആ കുട്ടിയോട് പറയാണ് സുരുചി. എന്താ ഉണ്ണിക്കൊന്നും മനസ്സിലായില്ല. സുരുചി അമ്മ എന്തോ ചീത്തയാണ് പറഞ്ഞതെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. അങ്ങനെ ആ ഉണ്ണി കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയായ സുനീതിയുടെ അടുത്തേക്ക് ഓടിയതാണ്. മാതസ്വ്യത്യാസ വ്യക്തമിദ്ധ ശ്വസൻഷാ ഗണ്ഡഹോയതാക്കി യുദ്ധാവിഷന്തം പിതരം സന്നവാചം ജഗാമവാദു പ്രകൃതൻ സലാസം. ഇവിടെ ഉണ്ണിക്ക് കൂടുതൽ സങ്കടമുണ്ടായതെന്താ? സുരുചി അമ്മ പറഞ്ഞ വാക്കുകളേക്കാൾ ഉണ്ണിക്ക് സങ്കടമുണ്ടായത് പിതരം സന്നവാചം. തന്റെ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. ഈ സുരുചി ചെറിയമ്മ ഇങ്ങനെ ചീത്ത പറഞ്ഞപ്പോൾ തന്റെ അച്ഛന് പറഞ്ഞൂടെ, ഇതെന്റെ മകനാണ്, ഇവിടെ ഇരുന്നോട്ടെ. പക്ഷെ അച്ഛനൊന്നും മിണ്ടിയില്ല. അതോടുകൂടെ ഉണ്ണിക്ക് സങ്കടം കൂടിയാണ്. അങ്ങനെ ഉണ്ണി സങ്കടപ്പെട്ട് തം വിശ്വസംഗം സ്ഫുരിതാധരോഷ്ടം സുരേന ഉത്സംഗം ഊർജ്ജമാനം. ആ ചുണ്ടകളൊക്കെ കടിച്ച് തേങ്ങി കരഞ്ഞു വരുന്ന ആ കൃപയെ സുനീതി അമ്മ തന്റെ മടിയിലേക്ക് ചേർത്തിരുത്തി. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, ദീർഘം ശ്വസന്തി ഉദരസ്യമാല അവശ്യതി ബാലകമാകബാല
മാ അമംഗളം ദാത. ഉണ്ണി സംഭവിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ ഉണ്ണി ആരെ കുറിച്ചും അമംഗളം പറയരുത് കേട്ടോ. നമ്മൾ പറയുന്നതിനൊക്കെ മാ അമംഗളം ദാത ഒന്നും പറയരുതേ ഉണ്ണി. ഇതൊക്കെ സത്യം സുരക്ഷാവിഹിതം ഭവാൻമേ യദുർഭഗായ മുദരേ ഗൃഹീത. ഉണ്ണി സുരചര്യമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്, സത്യമാണ്. നോക്കൂ, ദുർഭഗയായ എന്റെ ഉദരത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഉണ്ണി നിനക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്. അതുകൊണ്ട് സുരജിച്ചമ്മ പറഞ്ഞത് ശരിയാട്ടോ. അതുകൊണ്ട് നീ അമംഗളമായിട്ടൊന്നും പറയണ്ട. എന്തേ? അത് മാത്രമല്ല, സുരജിച്ചമ്മ എന്താ പറഞ്ഞത്? ആരാധന അധോക്ഷത പാദപത്മം വ്യതിച്ചുസേദ്യാസുരമുത്തമോ യഥാ. സുരജിച്ചമ്മ എന്താ പറഞ്ഞത്? ആ ഭഗവാനെ ആരാധിക്കാനല്ലേ പറഞ്ഞത്? ശരിയാണ്. ഉണ്ണി ഭഗവാനെ ആരാധിച്ചോളൂ. ഉണ്ണിക്ക് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. ഇങ്ങനെ തന്റെ അമ്മയിൽ നിന്നും ഇത്തരം വാക്കുകൾ കേട്ടപ്പോ ശരി എന്നാ ഭഗവാനെ ആരാധിച്ച് തപസ്സയോട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ എന്ന് തന്നെ ധ്രുവൻ ചിന്തിച്ചു എന്നാണ്. അങ്ങനെ അമ്മയുടെ അനുവാദത്തോടുകൂടെ ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെടാം. എവിടെ ഭഗവാൻ അറിയില്ല ഉണ്ണിക്ക്. നോക്കൂ, ഭഗവാനെ അന്വേഷിച്ച് ഗൃഹത്തിൽ നിന്നും പുറത്തിറങ്ങിയ ആ ഉണ്ണിയുടെ മുന്നിലേക്ക് ഇതാ ഇവിടെ നാരദമഹർഷി പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. എന്താണ് ഇവിടെ കാണിച്ചു തന്നത് ഭാഗവതം നമുക്ക്? നമ്മുടെ ഉള്ളിലെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അത് സാധിപ്പിക്കാനായിട്ട് ഒരു ഗുരുനാഥൻ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്. ഇതാ ഇവിടെ ധ്രുവന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഭഗവാൻ ഒരു ഗുരുനാഥ രൂപത്തില് അവിടെ നാരദമഹർഷിയെ പറഞ്ഞയക്കുന്നു. നാരദമഹർഷി ചോദിച്ചു, ഉണ്ണിയോടെ ഉണ്ണി എവിടേക്കാ ഉണ്ണി പോണത്? ധ്രുവൻ പറഞ്ഞു, എനിക്ക് ഭഗവാനെ കാണണം. ഭഗവാനെ കാണാനോ? എന്താ കാര്യം? എനിക്ക് അച്ഛന്റെ മടിയിലിരിക്കണം. അത്രയുള്ളൂ. വരൂ, അച്ഛന്റെ മടിയിൽ ഞാൻ കയറി ഇരുത്തി തരാലോ. പറ്റില്ല നാരദമഹർഷി. എന്താ ഉണ്ണി പറയണേ? നോക്കൂ, ഋഷിമാർ പോലും അനേക കാലം തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ബാലനായ ഉണ്ണി എങ്ങനെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക? അതുമല്ല, കളിക്കോപ്പുകൾ എടുത്ത് കളിച്ചു കളിക്കേണ്ട പ്രായമല്ലേ ഉണ്ണിക്ക്. അങ്ങനെയുള്ള ഉണ്ണി എങ്ങനെ നാരദമഹർഷി അങ്ങ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. എനിക്ക് ഭഗവാനെ കണ്ടേ മതിയാവും. നാരദമഹർഷി ഒന്ന് പരീക്ഷിച്ചതാണ്. ഈ ഭഗവാൻ അല്ലെ ധ്രുവന്റെ ഉള്ളിലുള്ള ആഗ്രഹം എത്രയ്ക്ക് കാഠിന്യമുണ്ട് അതിനെ ഒന്ന് പരീക്ഷിച്ചതാണ്. അതുമല്ല, ഇവിടെ ധ്രുവൻ പറഞ്ഞു, ഹേ മഹർഷി, ചെറിയമ്മയുടെ വാക്കുകൾ ഇതാ ഒരു അസ്ത്രം പോലെ എന്റെ ഹൃദയത്തെ കീറി മുറിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു ഗൃഹത്തിലേക്കില്ല. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തും ഞാൻ, എന്നിട്ടേ ഞാൻ ഇനി തിരിച്ചു വരുന്നോളാണ്. എന്തായാലും നാരദമഹർഷി പറഞ്ഞു, കുമാരൻ ഇവിടെ നിന്ന് ആ ഗംഗാധരനോട് തത്താല ഗച്ഛമധ്യന്തേ യമുനായാസനം ശ്രുതി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാഹരേ. ഇതാ യമുനയുടെ തീരത്തെ മധുവനത്തിന് ഭഗവാന്റെ സാന്നിധ്യം, നിത്യ സാന്നിധ്യമുണ്ട്. പുണ്യ അവിടേക്ക് പോയിക്കോളും. അവിടെ ആ കാളുന്തിയിൽ കുളിച്ച് പ്രാണായാമമൊക്കെ ചെയ്ത് ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ സേവിച്ചോളും. ഭഗവാന്റെ രൂപത്തെ മറന്നു കൊടുത്തു. മിന്നും പൊന്നും കിരീടം തരിവള ഘടകം കാഞ്ചി പൂജേതമാല ധന്യശ്രീ സൽവൻസ് കൗസ്തുഭ. എന്താ ബാക്കി? താരുതോരന്തരാളം ശംഖം ചക്രം ഗഥ അംഗചമിതി വിലസും 4 വൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂരേ മംഗളം. പോലെ ഭഗവാന്റെ രൂപത്തെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ദ്വാദശാക്ഷരി മന്ത്രത്തെ, ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞോളൂ. ഉണ്ണിക്ക് ഭഗവാന്റെ ദർശനം ഉണ്ടാകുന്നതാണ്. അങ്ങനെ നാരദമഹർഷിയുടെ ആ ഉപദേശം കേട്ട് ഇതാ ഇവിടെ ധ്രുവകുമാരൻ മധുഫലത്തിലെത്തി.
ആ ഭഗവാന്റെ നാഗവശു പറഞ്ഞു കൊടുത്തതായ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് അതികഠിനമായ തപസ് ആരംഭിച്ചു എന്നാണ്. ആദ്യത്തെ 1 മാസം 3 ദിവസം കൂടുമ്പോഴാണ് കണ്ണു തുറക്കുക. 3 ദിവസം കൂടുമ്പോൾ കണ്ണു തുറന്ന് അവിടെ കിട്ടുന്നതായ വനമൂലാദികൾ മാത്രം ഭക്ഷിച്ചു. ആ തപസ്സിന്റെ തീവ്രത കൂടി 2ാമത്തെ മാസമായപ്പോഴേക്കും 6 ദിവസം കൂടുമ്പോഴേ കണ്ണു തുറക്കുള്ളൂ. അവിടെ വീട് കിടക്കുന്ന ഇലകളായിരിക്കും ഭക്ഷിക്കുക. 3ാമത്തെ മാസമായപ്പോഴേക്കും തീവ്രത കൂടി 9 ദിവസം കൂടുമ്പോൾ കണ്ണു തുറക്കുന്നു. ആ സമയത്ത് വെറും വെള്ളം മാത്രം കുടിച്ചു. 4ാമത്തെ മാസമായപ്പോഴേക്കും 12 ദിവസം കൂടുമ്പോൾ കണ്ണു തുറക്കുന്നു. ആ സമയത്ത് വായു മാത്രം ഭക്ഷിച്ചു എന്നാണ്. 5ാമത്തെ മാസമായപ്പോഴും ശ്വാസത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ധ്യാനം ഒറ്റക്കാലില് തപസ് ചെയ്യാൻ തുടങ്ങിയാണ്. ആ തപസ്സിന്റെ തീവ്രത കൊണ്ട് ഇവിടെ ദേവാദേവന്മാർക്കെല്ലാം ശ്വാസം കിട്ടാൻ തുടങ്ങിയാണ്. അതിൽ ദേവന്മാരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് സങ്കടം പറയാൻ വന്നു. ഭഗവാൻ പറഞ്ഞു, ഉദാഹരണ ഉടനെ പോകാൻ, അവിടെ എന്റെ ഒരു പിഞ്ചു ഭക്തൻ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ശ്വാസതടസ്സത്തിന് കാരണം. ഞാൻ ഉടനെ തന്നെ അവിടേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ ഭക്തപ്രിയനായിട്ടുള്ള ആ ധ്രുവകുമാരന്റെ മുന്നിലേക്ക് ഗരുഡാരൂഢനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഭഗവാൻ തന്റെ മുന്നിൽ വന്നു നിന്നിട്ടും ധ്രുവൻ കണ്ണു തുറന്നില്ല. എന്താ കാരണം? കാരണം നാരദമഹർഷി പറഞ്ഞു കൊടുത്തതായ ആ രൂപത്തെ തന്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുകയെന്നുള്ളവരെ പിന്നെ എങ്ങനെ കണ്ണു തുറക്കുക? ഇത് മനസ്സിലാക്കിയതായ ഭഗവാൻ ഇതാ ആ ഉള്ളിലുള്ളതായ രൂപത്തെ ഒന്ന് മറച്ചു എന്നാണ്. പെട്ടെന്ന് തന്റെ ഉള്ളിലുള്ളതായ രൂപം അങ്ങോട്ട് മറഞ്ഞപ്പോൾ പെട്ടെന്ന് ധ്രുവൻ കണ്ണു തുറന്നു. ബഹിഷ്ഠനം തന്ന അവസ്ഥ ദർശ തന്റെ ഉള്ളിൽ കണ്ടതായ അതേ രൂപത്തെ ഇതാ പുറത്ത് കാണുന്നു. ഭഗവാൻ ഗുരുടായിട്ട് മുന്നിൽ നിൽക്കുന്നു. എന്തു ചെയ്യണം എന്ന് അറിയില്ല. ദന്തശേനാഗത സാധുദൃശ്യത ഭവന്തനാഗം വിനിമയ ദന്തവ്യം പ്രപശ്യൻ ഭഗവന്യവാർഭുക ശുംഭന്യവാസേന ഭുജേനിവാശിഷം. ഭഗവാനെ നമസ്കരിക്കണം തോന്നുന്നുണ്ട്, സാധിക്കില്ല. ശ്രദ്ധിക്കണം തോന്നുന്നുണ്ട്, സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയതായ ഭഗവാൻ എന്ത് ചെയ്തു? കൃതാഞ്ജലിം ബ്രഹ്മമയേന തമ്പുര പസ്പശഭാരം കൃപയാ കപോലെ. ആ ഉണ്ണിയുടെ കവിളത്ത് തന്റെ ആ ബ്രഹ്മമയമായിട്ടുള്ള അവിടെ ഒന്ന് സ്പർശിച്ചു. ആ ശക്തി അവിടെ നല്ല തുടങ്ങിച്ചു. അതോടുകൂടി സവൈതദൈവ പ്രതിപാദിതാംഗിരാം ദേവീം പരിജ്ഞാത പരാത്മനിർണയാം ഭക്തി ഭാവോഗ്യഗുണാകസത്വ പരിശ്രുതോരു ശ്വസം ധ്രുവച്ഛിരി. ഇവിടെ ആ ബ്രഹ്മമയമായ ആ ശങ്ക ആ കവളിൽ തട്ടിയതോടുകൂടെ നോക്കൂ, എല്ലാ ജ്ഞാനങ്ങളും ഉണ്ടായിരുന്നാണ്. ഇതുവരെ ചലിക്കാൻ സാധിക്കാതെ നിൽക്കുന്നു. നമസ്കരിക്കണമെന്നുണ്ട്, നമസ്കരിക്കാൻ സാധിക്കണില്ല. ശ്രദ്ധിക്കണമെന്നുണ്ട്, ശ്രദ്ധിക്കാൻ സാധിക്കണില്ല. അങ്ങനെ ആ ശബ്ദബ്രഹ്മമായ ആ പാഞ്ചജന്യത്തെ ആ പാഞ്ചജന്യം എന്ന ശങ്ക ആ ധ്രുവന്റെ കവിളത്തങ്ങൾ സ്പർശിച്ചതോടുകൂടെ ഇതാ ആ ധ്രുവകുമാരന് എല്ലാ ജ്ഞാനവും അവിടെ പ്രകാശിച്ചു. അങ്ങനെ ധ്രുവകുമാരൻ ദ്വാദശാദിത്യ സദൃശ്യങ്ങളായ 12 ശ്ലോകങ്ങളാൽ ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നു. സർവചരാചരങ്ങളിലെയും ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് അടിയന്റെയും ഉള്ളിൽ പ്രകാശിച്ച് ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിച്ചു. അതുവരെ ഒന്നും ഇടാൻ പറ്റാതെ ഒന്ന് നമസ്കരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഈ വാക്കുകൾ പറയാൻ സാധിക്കുമോ? ഈ കാലം അങ്ങനെ എടുത്തു വെക്കാൻ സാധിക്കുമോ? നമുക്ക് ഇല്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തും ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ
ഞാനിതാ അടിയനിതാ നമസ്കരിക്കൂ എന്നാണ്. ഏകസ്ഥമേവ ഭഗവന്യനാത്മശക്തിയാമായാക്കെ ഒരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ടാനുവിശ്യ പുരുഷ സഹസ്ര ഗുണേഷു നാനേവധായുഷു വിഭാവ സുവൽ വിഭാസി. നോക്കൂ, ഏകനായിട്ടുള്ള ഭഗവാൻ സപ്തരജസ്തമോ ഗുണങ്ങൾ സ്വീകരിച്ച് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിത്തിന് സംഹാര ലീലകൾ നടക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കാരുണ്യം കൃപ ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാലോ എല്ലാവർക്കും എല്ലാ പ്രവൃത്തിയും ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ബ്രഹ്മദേവൻ പോലും അവിടുത്തെ ശരണം പ്രാപിച്ചിട്ടാണ് ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മാവിന് പോലും പ്രപഞ്ച സൃഷ്ടി നടത്താനായിട്ട് പ്രാപ്തനായത്. അങ്ങനെയുള്ള ശരണാഗതന്മാരെ എപ്പോഴും കാത്തു രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേ ഞാനിതാ നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ആത്മാനന്ദം തരുന്നതായ ആത്മാനന്ദത്തെ തരാൻ കഴിവുള്ളതായ ആ ഭഗവാന്റെ കഥകളെ എപ്പോഴും ശ്രവണം ചെയ്യാനും ഭഗവൻ ഭക്തന്മാരോട് കൂടെ ചേർന്നിരിക്കാനും ഭഗവാനെ അവിടുന്ന് എനിക്ക് സാധിപ്പിച്ചു തരണേ. അവിടുന്ന് നിത്യഭക്തനാണ്, സർവജ്ഞനാണ്, നിത്യശുദ്ധ സ്വരൂപനാണ്, ആദിപുരുഷനാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ നിഷ്കാമനായിട്ട് അങ്ങയെ ഭജിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ. ദീനരെയും ബലഹീനന്മാരെയും ഒക്കെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. കാലം കൊണ്ട് നശിക്കുന്നതായിട്ടുള്ള യാതൊരു ലൗകിക സുഖങ്ങളും എനിക്ക് വേണ്ട ഭഗവാനെ. ശാശ്വതമായിട്ടുള്ള ഭക്തിയെയും ആ ഭക്തി സംഘത്തെയും ഭക്തി സംസർഗത്തെയും മാത്രമേ ഭഗവാനെ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നിങ്ങനെ ആ ധ്രുവസ്തുതിയിൽ ധ്രുവൻ അവിടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ധ്രുവ എന്താണ് ധ്രുവന്റെ ആഗ്രഹം അല്ലേ? ധ്രുവന്റെ അച്ഛന്റെ വഴിയിലിരിക്കാണ്. ഒന്നും വേണ്ട ധ്രുവ, 36,000 വർഷക്കാലം നീ രാജാവായിട്ട് നിനക്ക് രാജ്യം ഭരിക്കാനായിട്ട് സാധിക്കും. ശേഷം നിനക്ക് ഒരു ധ്രുവ പദവി എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നിങ്ങനെ ധ്രുവനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് പോയിന്നാണ്. അങ്ങനെ അപ്പോഴേക്കും അവിടെ നാരദ മഹർഷിയിൽ നിന്നും ഉദാനപാദ മഹാരാജാവ് ധ്രുവൻ തന്റെ യശസ്സിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് എന്നറിഞ്ഞു. അങ്ങനെ ധ്രുവനെ അവരൊക്കെ വേണ്ട വിധത്തില് സ്വീകരിച്ചു. ധ്രുവനാകട്ടെ സുനീതി അമ്മയെ നമസ്കരിച്ച പോലെ തന്നെ സുരുചിയെയും നമസ്കരിച്ചു എന്നാണ്. അവിടെ ഒരു ഭാവവ്യത്യാസമൊന്നും ധ്രുവൻ കാണിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെ രാജാവ് വേണ്ട വിധത്തില് ധ്രുവന്റെ സമയമായപ്പോൾ പ്രായമായ അവസരത്തില് ധ്രുവന്റെ രാജ്യമൊക്കെ കൊടുത്ത് ഉദാനപാദ മഹാരാജാവ് വാനപ്രസ്ഥം സ്വീകരിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ധ്രുവകുമാരനാകട്ടെ ശിശുമാല പുത്രിയായ പൂരി എന്ന കന്യകയെ വിവാഹം കഴിച്ചു. അതിൽ കൽപ്പൻ മത്സരൻ എന്നിങ്ങനെ പുത്രന്മാരുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് സഹോദരനായ ഉത്തമൻ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയത്. അങ്ങനെ ആ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയ ഉത്തമനെ യക്ഷന്മാരെ വധിക്കുകയാണ്. ഈ വർത്തമാനം പറഞ്ഞ ധ്രുവനും സുരുചിയും കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ കൂട്ടം തെറ്റി സുരുചി അവിടെ ഒരു അഗ്നിയിൽപ്പെട്ട് അവിടെ മരിക്കാനുണ്ടായത്. ഇപ്പൊ നോക്കൂ, സുരുചി പരിഭ്രമിച്ച് കൂട്ടം തെറ്റി കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു. ഉത്തമനോ യക്ഷന്മാരാൽ കൊല്ലപ്പെട്ടു. എന്താ ഇവിടെ കാണിച്ചത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരും അല്ലെ. എന്താ സുരുചി എന്തൊക്കെ ചെയ്തു കൂട്ടിയത്? തന്റെ പുത്രനാണ് എല്ലാവരും എന്തുണ്ടായ അവസാനം അവിടെ ആ സുരുചിയും അതുപോലെ തന്നെ പുത്രനും അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ ധ്രുവനെ നോക്കൂ, 5 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ധ്രുവന്റെ ഉള്ളിലേക്ക് ഒരു മമത വന്നു എന്നാണ്. തന്റെ സഹോദരനെ യക്ഷന്മാരെ വധിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു മമത വന്നു എന്നാണ്. അങ്ങനെ ധ്രുവൻ യക്ഷന്മാരുമായിട്ട് യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിന് ധ്രുവന്റെ ആ വൈദഗ്ധ്യം കൊണ്ട് യക്ഷന്മാരൊക്കെ തോൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് യക്ഷന്മാര് മായായുദ്ധം നടത്തിയതാണ്. ആ യക്ഷന്മാരുടെ മായായുദ്ധത്തിനെ
അവിടെ ചെറുത്തു നിൽക്കാനായിട്ട് ധ്രുവന് സാധിച്ചില്ല. അങ്ങനെ നാരദ മഹർഷി അവിടെ പ്രത്യക്ഷമായി ശത്രുജയത്തിനായിട്ട് നാരായണ അസ്ത്രത്തെ ധ്രുവൻ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ നാരായണ അസ്ത്രത്തിന്റെ വൈഭവം കൊണ്ട് ഇതാ യക്ഷന്മാരെ കൂട്ടം കൂട്ടമായിട്ട് മരിച്ചു വീഴാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് യക്ഷരാജാവായിട്ടുള്ള വൈഷ്ണവൻ അവിടെ, അതുമല്ല മുത്തശ്ശനായിട്ടുള്ള സ്വയംഭൂമനും കൂടി അവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ പറഞ്ഞു, സ്വയംഭൂമന് പറഞ്ഞു ധ്രുവനോട്, ഹേ പൗത്ര, നീ എന്താണ് ചെയ്തു കൂട്ടുന്നത്? 5 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ നിനക്ക് ചേർന്നതാണോ, നമ്മുടെ വംശത്തിന് ചേർന്നതാണോ ഈ ഒരു സാഹസങ്ങള്? നോക്കൂ, ഉത്തമൻ മരിച്ചത് തന്റെ തന്നെ കർമ്മത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് ഈ യക്ഷന്മാരെ, നിരപരാധികളായ യക്ഷന്മാരെ എന്തിനാണ് ധ്രുവായി ഇങ്ങനെ കൊന്നെടുക്കുന്നത് എന്ന് ചോദിക്കാണ്. ഇത് കേട്ട് ധ്രുവൻ അവിടെ ആ യുദ്ധമൊക്കെ നിർത്തിവെച്ചു. ഇതിൽ സന്തോഷിച്ചതായ വൈഷ്ണവൻ ധ്രുവനോട് ചോദിക്കണോ എന്താണ് വരം വേണ്ടത് എന്ന്. അപ്പൊ പറഞ്ഞു, ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് ധ്രുവൻ അവിടെ വൈഷ്ണവനോട് പറയാണ്. അങ്ങനെ വൈഷ്ണവൻ ധ്രുവനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം ധ്രുവൻ കുറച്ചു കാലം കൂടെ രാജ്യമെല്ലാം ഭരിച്ചതിന് ശേഷം പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച് ഇതാ ആ ബദരി ആശ്രമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം അവിടെ ധ്യാനനിരതനായിട്ട് ഇരിക്കുന്ന ഒരു അവസരത്തില് അവിടേക്ക് ഒരു ദിവ്യ വിമാനം എത്തിച്ചേരുകയാണ്. 4 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ വിമാനം അവിടെ ഇറങ്ങി വരുന്നത് ധ്രുവൻ കണ്ടു. അടുത്തെത്തിയപ്പോഴേക്കും അതിൽ നിന്നും ഇതാ ചതുർഭുജന്മാരായ 2 ദിവ്യ പുരുഷന്മാര് ആ വിമാനത്തിൽ നിന്നും ധ്രുവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, 5ാമത്തെ വയസ്സിൽ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച അങ്ങയെ വിഷ്ണുപദത്തിലേക്ക് കൊണ്ടുചെല്ലാൻ ഭഗവാൻ തന്നെ ആജ്ഞാപിച്ച പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് പറയണം. അങ്ങനെ ആ വിമാനന്റെ വാക്കുകൾ കേട്ടതാ ഇവിടെ ചതുർഭുജന്മാരായ ആ വിഷ്ണുവാക്ഷരന്മാരുടെ വാക്കുകൾ കേട്ട് ധ്രുവൻ ആ വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ മൃത്യുദേവൻ വന്നുമാണ്. അപ്പൊ നോക്കൂ, മനുഷ്യനായി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ മൃത്യുവില്ല അല്ലേ, മരിക്കാതെ ഇവിടെ പോകാൻ പറ്റില്ല. അപ്പൊ ആ മൃത്യുവിനെ പോലും അതിജീവിച്ചുകൊണ്ട് മൃത്യുദേവന്റെ തലയിൽ ചവിട്ടിക്കൊണ്ടാണ് വിമാനത്തിലേക്ക് കയറിയത് എന്നാണ്. ഈ സന്ദർഭത്തിലാണ് ഇവിടെ ധ്രുവന് തന്റെ അമ്മയെ ഓർമ്മ വന്നത്. തന്റെ ഈ എല്ലാ സദ്ഗുണങ്ങൾക്കും ആഗ്രഹപൂർവമായിട്ടുള്ള ആ സുനീതിയില്ലാതെ, അമ്മയില്ലാതെ തനിക്ക് ഒരു രോഗവും വേണ്ട എന്നവിടെ ധ്രുവൻ പറയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, രാജാവെ, അങ്ങയുടെ ഇംഗിതത്തെ മനസ്സിലാക്കിയുള്ള ഭഗവാൻ മുന്നിലേക്ക് നോക്കൂ, മുന്നിലുള്ളത് ആ വിമാനത്തില് സുനീതി എന്ന അമ്മ ഇവിടെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സപ്തർഷി മണ്ഡലത്തിന് മുകളിൽ ശോഭിക്കുന്നതായ വിഷ്ണുപാദത്തില് അല്ലെങ്കിൽ ധ്രുവലോകത്തിലേക്ക് ധ്രുവൻ എത്തിച്ചേരുന്നു എന്നാണ്. എങ്ങനെയാണ് ധ്രുവന് ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്നതാണെങ്കിൽ അമ്മയായ സുനീതി അല്ലെ, അമ്മയുടെ വാക്കുകളാണ് ആ ധ്രുവനെ ഈ ഒരു പരമപദത്തിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ, കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നാണ്. പല മഹാന്മാരുടെ കഥകൾ നമ്മൾ കേട്ടാൽ അതിലൊക്കെ തന്നെ അവരെയൊക്കെ ആ ഉത്തമ ഭാവത്തിലേക്ക് എത്തിച്ചത് അമ്മമാര് തന്നെയാണ്. ഈ വിവേകാനന്ദൻ നരേന്ദ്രൻ എന്ന ആ ഒരു ഉണ്ണിയെ വിവേകാനന്ദ സ്വാമിയിലേക്ക് ഉയർത്തിയത് ഭുവനേശ്വരി അമ്മയാണ്. പക്ഷെ ആ അമ്മമാരെ നമ്മൾ കാണാറില്ല, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ധ്രുവനെ നമ്മള് കുട്ടികൾക്ക് അവരുടെ ശരീരം പോഷിപ്പിക്കാനായിട്ട് ഈ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിക്കൊടുക്കും ഇല്ലേ? എന്നാൽ അവരുടെ മനസ്സിനെ വളർത്താൻ നമ്മൾ എന്താ അവർക്ക് കൊടുക്കണേ? എന്താ കൊടുക്കണേ? ഒന്നും കൊടുക്കണില്ല. അപ്പൊ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരിൽ ഒരു ആധ്യാത്മിക സംസ്കാരത്തെ വളർത്തി കൊടുക്കേണ്ടത് ഓരോ അമ്മമാരുടെയും കർത്തവ്യമാണ്. അത് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പുതിയ തലമുറ ധ്രുവനെ പോലെയും മെഹ്റാദിനെ പോലെയും ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതിന് പറ്റിയ ആൾക്കാർ ആരും വരില്ല. ഇനിയിപ്പോ നമുക്കിപ്പോ ഈ പുതിയ കുട്ടികളെ ലഭിച്ചുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പറ്റിയ കുട്ടികളെ അല്ലെ ഉണ്ടാക്കുന്നവര് ഇത് കേൾക്കണ്ടേ? അങ്ങനെയുള്ളവരാരും വരവില്ല. അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കുക നിർത്തിയുള്ളൂ. അങ്ങനെ ആ ധ്രുവൻ ആ ധ്രുവ പദവിയിലേക്ക് തന്റെ അമ്മയുടെ
ആ ഒരു വാക്കുകളെ കൊണ്ട് എത്തിച്ചേർന്നു. അപ്പൊ അമ്മമാര് തന്നെ വേണം മക്കളെ നേർവഴിയിലേക്ക് നടത്താൻ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് അച്ഛന്മാരെ വിചാരിക്കാൻ ശരിയാണ് അല്ലേ? ഞാൻ അപ്പോഴും പറയാറുണ്ട് അവളോട് ഇങ്ങനെയൊക്കെയാണൊക്കെ. അച്ഛന്മാർക്കുള്ളതുണ്ട് ഭാഗവത്തില്, അത് നമുക്ക് കേൾക്കാം. എന്തായാലും ഉച്ചവരെയുള്ളതായ ഒന്ന് കുറച്ച് വൈകില്ലേ പാരായണവും പ്രഭാഷണവും ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇനി നമുക്ക് പൃഥുചരിതമുണ്ട്, വിരഞ്ജനവാക്യമുണ്ട്, അതിന് കഴിഞ്ഞ പ്രിയവ്രത ചരിതമുണ്ട്. അവര് ആ ഭദ്രകാളി എത്തും അറിയില്ല, വൃഷഭാവതാരം വരെയെങ്കിലും എത്തിച്ചേരണം. അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് ഒന്നരയ്ക്ക് തന്നെ പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരീശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണ